പത്തനംതിട്ട സ്വദേശിയായ പൈലറ്റ് ഒരു കൂട്ടം വിദ്യാർത്ഥികളുമായി സ്വന്തം ജില്ലയുടെ മുകളിലൂടെ വിമാനത്തിൽ പറന്നു. പത്തനംതിട്ട പ്രകാശധാര സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനാധിപനാണ് വിമാനയാത്ര സമ്മാനിച്ചത്. സ്വന്തം ജില്ലയ്ക്ക് മുകളിലൂടെ ഇവർക്കെല്ലാം പറക്കാൻ സാധിച്ചത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു. മഴയെ തുടർന്നാണ് തിരുവനന്തപുരം കൊച്ചി വിമാനത്തിന് പതിവ് റൂട്ട് മാറ്റേണ്ടി വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ വീണ് കിട്ടിയ ആ യാത്രാനുഭവം പങ്കുവെക്കുകയാണ് പൈലറ്റ് ആനന്ദ്. And from the flight deck, this is your captain speaking. My name is Anand Mohanraj. With me on the flight deck, നമുക്ക് എല്ലാവർക്കും പറക്കാം. ഓക്കെ, അപ്പം എയർപ്ലെയിന്റെ വിൻഡോ കൂടെ പുറത്തോട്ട് നോക്കിക്കോളൂ. മേ ബി നമുക്ക് പത്തനംതിട്ട കാണാൻ പറ്റും. നമുക്ക് നോക്കാം. ഓക്കെ, വീഡിയോ കണ്ടല്ലോ. നമ്മുടെ പ്രകാശധാരയിലെ കുട്ടികളോട് മലയാളത്തിൽ സംസാരിക്കുന്ന, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പത്തനംതിട്ട വഴി തന്നെ പറക്കാമെന്ന് കുട്ടികളോട് പറയുന്ന അതേ പൈലറ്റ് അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത്. ആനന്ദ് മോഹൻരാജ് പത്തനംതിട്ട സ്വദേശിയാണ്. പത്തനംതിട്ട വഴി തന്നെ കുട്ടികളെ പറത്തിയല്ലേ? വളരെ യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് കുട്ടികൾക്ക് ഫ്ലൈറ്റ് ഇങ്ങനൊരു യാത്ര അറേഞ്ച് ചെയ്തിരുന്നു. അന്ന് യാദൃശ്ചികമായി ഈ മൺസൂൺ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൻ്റെ ഭാഗമായിട്ട് സാധാരണ തിരുവനന്തപുരത്ത് ടേക്ക് ഓഫ് ചെയ്ത് നമ്മൾ കടലിൻ്റെ മുകളിൽ കൂടെയാണ് യാത്ര ചെയ്യാറ്. അന്ന് അവിടെ വെതർ ഉണ്ടായതിൻ്റെ ഭാഗമായി നമ്മൾ വലത്തേക്ക് തിരിയുന്നു. വലത്തേക്ക് തിരിഞ്ഞ് നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തേക്ക് വന്ന് മുന്നേക്ക് വരുമ്പോൾ തിരുവനന്തപുരം കൊച്ചി ഫ്ലൈറ്റിന് അധികം ഉയരത്തിൽ നമ്മൾ പറക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് താഴത്തെ ഒരു കാഴ്ചകളും കിട്ടും. വളരെ യാദൃശ്ചികമായി പമ്പയാറ് കാണുകയും ആറന്മുള ക്ഷേത്രം കാണുകയും അതിൻ്റെ ഭാഗമായി പത്തനംതിട്ട സ്പോട്ട് ചെയ്യാനും പറ്റി. അപ്പോൾ കുട്ടികൾ കൂടുതലും അവർക്ക് ഇംഗ്ലീഷിൽ കേൾക്കുന്നതിനെക്കാട്ടി നല്ലത് അവർക്ക് അവരുടെ ഭാഷയിൽ കേൾക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഞാനത് ചോദിച്ചിരുന്നു അവരുടെ നേരത്തെ. അപ്പോൾ അങ്ങനെ വളരെ യാദൃശ്ചികമായി പത്തനംതിട്ട മുകളിലൂടെ നമുക്ക് പ്ലെയിൻ മലയാളത്തിൽ സംസാരിക്കുന്നത് പൈലറ്റും. അതെ, കാരണം ഈ ആര് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. കുട്ടികളുടെ ആദ്യ വിമാനയാത്രയാണ്. അവർക്ക് നമ്മളിങ്ങനെ ഒരു മുഴക്കമുള്ള ഇംഗ്ലീഷ് വാക്കുകൾ കേൾക്കുക എന്നുള്ളതല്ല, അവർക്ക് പരിചയമുള്ള വാക്കുകൾ കേട്ട് അവരെ മാക്സിമം കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മലയാളത്തിൽ പറയണമെന്ന് എനിക്ക് വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നു. സറാഫിൻ തിരുമേനിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളവരും എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് പോലും അത്ഭുതമായിട്ട് തോന്നി. എൻ്റെ കരിയറിൽ പോലും ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളാണ്. അവരുടെ സന്തോഷത്തിനാണ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് തന്നെ. കുട്ടികൾ എങ്ങനെ നല്ല ഹാപ്പി ആയിരുന്നല്ലേ? വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ മനസ്സിലാക്കുന്ന എല്ലാവരുടെ മുഖത്ത് നമുക്ക് സന്തോഷം മാത്രമേ കാണാനുള്ളായിരുന്നു. കാരണം എല്ലാവരും ഓരോ ക്യാരക്ടറുള്ള കുട്ടികളാണ്. നല്ലായിരുന്നു, അടിച്ചു പൊളിച്ചു, എല്ലാവരോടും നന്ദി പറയുന്നു. എന്തായാലും നമ്മുടെ കുട്ടികളെ പോലെ തന്നെ വിമാനം പറത്തിയ പൈലറ്റും വലിയ ഹാപ്പിയാണ്. പത്തനംതിട്ടയിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. അവിചാരിതമായി വീണ് കിട്ടിയ ഒരു അസുലഭ സന്ദർഭം അത് നന്നായി ആസ്വദിച്ചു. അതിലെ ക്യാപ്റ്റന്റെ സന്തോഷമാണ് കുട്ടികളെക്കാട്ടിൽ ഏറ്റവും പ്രധാനം. നമ്മെ തേടി വരുന്ന വാർത്തകൾ നിരവധിയുണ്ട്. തേടിച്ചെന്ന് കണ്ടെത്തേണ്ട ചില വാർത്തകളുണ്ട്. അറിഞ്ഞും പറഞ്ഞും കണ്ടും കേട്ടും കുരുക്കഴിച്ചെടുക്കേണ്ട വാർത്തകളുമുണ്ട്. വളഞ്ഞും നേരെയുമായി കിടക്കുന്ന ഈ വഴികൾ പോലെ വാർത്തകൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ഓരോ യാത്രയും നമ്മെ പലതും പഠിപ്പിക്കും. പുതിയ ജീവിതങ്ങൾ, പുതിയ മുഖങ്ങൾ, അനുഭവങ്ങളുടെ തീച്ചൂടേറ്റ് കണ്ടെത്തുന്ന സത്യങ്ങൾ നിർഭയമായി. പ്രേക്ഷകനെന്ന അവകാശിക്കായി ഓരോ വാർത്തയും ന്യൂസ് അവർ.